Good morning. നമ്മൾ ഇന്ന് കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ റിമൈനിങ് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഹാർഡ്വെയർ എന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിന്റെ വിസിബിൾ പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് പറയാം. ഓക്കെ, അതായത് മൗസ്, കീബോർഡ് ഒക്കെ ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ്. നമ്മുടെ സി പി യുവിന്റെ അകത്തുള്ള നമ്മൾ സി പി യുവിന്റെ പാർട്സ് പഠിച്ചപ്പോൾ അതിനകത്ത് രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാ നോക്കാം. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നോട്ട്ബുക്കിന്റെ സൈഡിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് രജിസ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ രജിസ്റ്ററിന്റെ പേരാണ് അക്യുമുലേറ്റർ എന്നാണ് ഒന്നാമത്തെ രജിസ്റ്ററിന്റെ പേര്. ഈ അക്യുമുലേറ്ററിന്റെ മറ്റൊരു പേരാണ് രജിസ്റ്റർ എ. ഓക്കെ, ഫസ്റ്റ് അക്യുമുലേറ്ററിന്റെ ഫസ്റ്റ് ലെറ്റർ രജിസ്റ്റർ എ. പിന്നെ ഈ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേഷൻസിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് അക്യുമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്റർ എ എന്ന് പറയുന്ന രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ രജിസ്റ്ററിന്റെ പേരാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഷോർട്ട് ഫോം MAR. ഇതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് എന്തിനായിരിക്കും? അഡ്രസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്തിന്റെ അഡ്രസ്? നമ്മുടെ സി പി യു അടുത്തതായിട്ട് റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മെമ്മറിയുടെ അഡ്രസ് ആണ് MAR-ൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം എന്താണ് MAR-ൽ ഒരു അഡ്രസ് ആണ് സ്റ്റോർ ചെയ്തത്. എന്തിന്റെ അഡ്രസ് ആണ്? CPU റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് MAR-ൽ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് MBR, മെമ്മറി ബഫർ രജിസ്റ്റർ. അതിൽ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്ത് ഡാറ്റ? നമ്മുടെ CPU-ന്റെ മറ്റൊരു പേരാണ് പ്രൊസസർ. ഓക്കെ, അപ്പൊ CPU അടുത്തതായിട്ട് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പോകുന്ന ഡാറ്റയാണ് മെമ്മറി ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്തായിരിക്കും? ഇൻസ്ട്രക്ഷൻസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മുടെ CPU അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. അടുത്തതായിട്ട് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നതും അഡ്രസ് ആണ്. എന്തിന്റെ അഡ്രസ് ആണ്? നമ്മുടെ CPU അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷൻ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രോഗ്രാം കൗണ്ടറിലോ CPU എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. മെമ്മറി ബഫർ രജിസ്റ്ററിൽ ഡാറ്റയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. എന്ത് ഡാറ്റ? നമ്മുടെ CPU റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാനോ പോകുന്ന ഡാറ്റയാണ് ബഫർ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നത്. മെമ്മറി അഡ്രസ് രജിസ്റ്ററിലോ CPU റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പോകുന്ന ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ശരിക്കും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് മദർ ബോർഡ്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് മദർ ബോർഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് മദർ ബോർഡിന്റെ ഒരു ഫിഗർ കാണാം. ഓക്കെ, മദർ ബോർഡിന്റെ മറ്റൊരു പേര് ഒരു പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ്. ഇതിൽ ഒരുപാട് കമ്പോണൻസ് നിങ്ങൾക്ക് കാണാം. ഒരുപാട് കമ്പോണൻസ്, CPU ഉണ്ട്, റാം റോം, പിന്നെ ഒരുപാട് പോർട്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എല്ലാ മേജർ കമ്പോണൻസും ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ മദർ ബോർഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനെ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് പെറിഫറൽസ് ആൻഡ് പോർട്സ്. എന്താണ് പെറിഫറൽസ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് പെറിഫറൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ ഒക്കെ പെറിഫറൽസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിന് എപ്പോഴും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡാഷ് ആർ ഡിവൈസസ് ദാറ്റ് ആർ അറ്റാച്ച്ഡ് ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം ടു എൻഹാൻസ് ഇറ്റ്സ് കാപ്പബിലിറ്റീസ്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? പെറിഫറൽസ് എന്നാണ് അതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് പോർട്സ്. ഞാൻ പറഞ്ഞു പെറിഫറൽസ് പറയുന്നത് എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസസിനെയാണ് പെറിഫറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പോർട്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡിവൈസസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്തിലൂടെയാണ്? പോർട്സിലൂടെയാണ്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫോൺ ചാർജ് ഒക്കെ ചെയ്യുമ്പം ചാർജർ കണക്ട് ചെയ്യുന്ന ഒരു പോർട്ടിലാണ്. പിന്നെ
പോർട്സിന്റെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. VGA, PS-bar2, USB, Ethernet, HDMI. ഓക്കെ, പോർട്ടുകളുടെ കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. പേര് ഓർത്ത് വെക്കണം, കാണാതെ പഠിക്കണം കേട്ടോ. ഇവിടെ പോർട്സിന് എക്സാമ്പിൾസ് വരുന്നുണ്ട്. കീബോർഡ് കണക്ട് ചെയ്യുന്ന പോർട്ട് PS-bar2, മൗസ് കണക്ടർ PS-bar2 മൗസ് കണക്ടർ ആണിത്. ഇത് കീബോർഡ് കണക്ട് ചെയ്യാണ്, മൗസ് കണക്ട് ചെയ്യാനും. പിന്നെ USB പോർട്സ് ഉണ്ട്. ഓക്കെ, പിന്നെ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പോർട്സിന്റെ കുറച്ച് പേരുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് മെമ്മറി. മെമ്മറിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. മെമ്മറി നമ്മൾ ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ടെമ്പററി ആയിട്ടും പെർമനന്റ് ആയിട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ്, സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ, അതിനെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് നോക്കുന്ന ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് മെമ്മറി മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാറില്ല, ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് മിസ് ഇവിടെ ഷെയർ ചെയ്യണം. ഓക്കെ, ബൈനറി ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റ് ആണ്. ഓക്കെ, ബിറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പാൻഷൻ ബൈനറി ഡിജിറ്റ് ആണ്. 1 നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്സ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് എക്സാമിന് ചോദിക്കാറില്ല. 1 ബൈറ്റ് 8 ബിറ്റ്സ് ആണ്. 1 കിലോ ബൈറ്റ് 1024 ബൈറ്റ്സ് ആണ്. പിന്നെ അതിനുശേഷം മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, പെറ്റാബൈറ്റ്. ഏറ്റവും വലുത് പെറ്റാബൈറ്റ് ആണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലാതെ കാണുന്നത് പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രൈമറി സ്റ്റോറേജ് 2 ടൈപ്പ് ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറിയും റീഡ് ഒൺലി മെമ്മറിയും. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ പറഞ്ഞത് ഇത് നമ്മുടെ CPU റീഡ് ചെയ്തതും റൈറ്റ് ചെയ്യുന്നതും റാമിൽ നിന്നാണ്. ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള എല്ലാ ഡാറ്റയും എവിടെയായിരിക്കും? നമ്മുടെ റാമിലായിരിക്കും. ഇപ്പം നിങ്ങളൊരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ എവിടെയായിരിക്കും? നമ്മുടെ റാമിന്റെ അകത്തായിരിക്കും. പിന്നെ റാം റീഡ് ചെയ്യാനും റീഡിങ്ങും റൈറ്റിങ്ങും ഓപ്പറേഷൻസ് അലൗ ചെയ്യും. റോമിനേക്കാളും ഫാസ്റ്റർ ആണ് റാം. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, പോയിന്റ് ഇറ്റ് ഈസ് വൊളറ്റൈൽ. വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ റാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റയും നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ്റ്റ് ആയി പോകും. അതൊരു ഡ്രോബാക്ക് ആണ് റാമിന്റെ. നെക്സ്റ്റ് റോം, റീഡ് ഒൺലി മെമ്മറി. ഇതൊരു പെർമനന്റ് മെമ്മറി ആണ്. ഇതിൽ നമുക്ക് റീഡ് ഓപ്പറേഷൻ മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. റോം മാനുഫാക്ചർ ചെയ്യുന്ന ആൾ അതിൽ കുറച്ച് കണ്ടന്റ്സ് റൈറ്റ് ചെയ്ത് വെക്കും. അത് പിന്നീട് നമുക്ക് അതിൽ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, റോം എന്ന് പറയുന്നത് റാമിനേക്കാളും സ്ലോവർ ആണ്. പിന്നെ ഇതില് ഞാൻ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു, റോമിൽ എന്താ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് റോമിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. യൂഷ്വലി അലൗസ് റീഡിങ് ഓൺലി. ഇത് നോൺ വൊളറ്റൈൽ ആണ്. ഇതിന്റെ പ്രത്യേകതയാണ് എന്താണ്? നോൺ വൊളറ്റൈൽ. അതായത് നമ്മൾ റോമിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും എന്താ ലോസ്റ്റ് ആയി പോകത്തില്ല. പക്ഷെ റാം എങ്ങനെയാണ്? റാമിന്റെ കേസിൽ ഇത് വൊളറ്റൈൽ ആണ്. നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ റാമിലുള്ള കണ്ടന്റ്സ് ലോസ്റ്റ് ആയി പോകും. റോം അങ്ങനെയല്ല. ഓക്കെ, നോൺ വൊളറ്റൈൽ ആണ്. അതായത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും അതിലെ കണ്ടന്റ്സ് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ അടുത്തതായിട്ട് ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് റോം എക്സാമിന് ചോദിക്കാറുണ്ട്. 3 ടൈപ്പ് ഉണ്ട്. PROM, EPROM, EEPROM. ഓക്കെ, ഇപ്പൊ PROMന്റെ എക്സാമ്പിൾ പ്രോഗ്രാമബിൾ റോം. അത് നമുക്ക് ഒരു തവണ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. EPROM എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ നെയിം പഠിക്കണം, ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലെ കണ്ടന്റ് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വെച്ചിട്ട്? UV റേസ് വെച്ചിട്ട്. ഓക്കെ, അടുത്തത് EEPROM, ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. ഈ റോമിലെ കണ്ടന്റ് ഞാൻ പറഞ്ഞു, മാനുഫാക്ചർ ചെയ്യുമ്പോഴേ ഒരു കണ്ടന്റ് ഉണ്ടാവും. അതിലെ കണ്ടന്റ് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് റോം പഠിക്കണം. PROM, EPROM, EEPROM. ഓക്കെ, അപ്പം ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോട്ട്ബുക്കിന്റെ സൈഡിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.